ഇപ്പോൾ കഴിഞ്ഞ 38 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സന്നദ്ധ സംഘടനയാണ് ശാന്തിഗ്രാം. തിരുവനന്തപുരത്ത് വെടിഞ്ഞത്തിന് സമീപം ചപ്പാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞങ്ങളുടെ ആസ്ഥാനം. പല പ്രവർത്തനങ്ങളും ശാന്തിഗ്രാം ചെയ്യുന്നുണ്ട്. അതിലെ ഒരു പ്രവർത്തനമാണ് പുതിയ സാങ്കേതിക വിദ്യകൾ സാമ്പത്തികം ഇല്ലാത്തവനും അതുപോലെ തന്നെ സാമ്പത്തികമുള്ളവനും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായാണ് ഈ കോഴ്സ് ഞങ്ങൾ നടത്തുന്നത്. പങ്കെടുത്ത എല്ലാവരും ഒരേ അഭിപ്രായത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യം, LKG മുതൽ കോളേജ് വരെ വരുന്ന തലത്തിലേക്കുള്ള ഒരു ക്ലാസ്സാണ് സജു സാറ് കൈകാര്യം ചെയ്യുന്നത്. പ്രാഥമികമായി ഒരു മൊബൈൽ ഫോണും വാട്സപ്പും ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന സജു സാറിന്റെ ഒരു കഴിവ് പ്രത്യേകം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ കോഴ്സിന്റെ ഈ വിഷയം അവതരിപ്പിക്കാൻ ശബ്ദം കൂട്ടാൻ പറ്റുമോ? സൗണ്ട് കൂട്ടാൻ കേൾക്കുന്നില്ല, ചെറിയ ശബ്ദമാണ്. വ്യക്തമായിട്ട് കേൾക്കാം. ആ ഫോണിന്റെ എന്തോ പ്രശ്നമാണ്, നിങ്ങളുടെ ഫോണിന്റെ പ്രശ്നമാണ്. എന്തായാലും ക്ലാസ് എല്ലാവർക്കും കിട്ടും. അഥവാ ഇതിൽ നിന്ന് കേൾക്കാൻ കഴിയാത്ത ആളുകൾക്കോ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒന്ന് ഓക്കെ. അപ്പൊ സജു സാറിന് നമ്മുടെ ആ മൊബൈൽ ഉപയോഗിക്കുന്നവര് ദയവായി മറ്റുള്ള എല്ലാവരും മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക. കേൾക്കാമല്ലോ? അപ്പൊ ശാന്തിഗ്രാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് പ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ വിദ്യാർത്ഥിക്കും, ഞങ്ങളുടെ കഴിഞ്ഞ ബാച്ചുകളിൽ 82-85 വയസ്സ് വരെയുള്ള ആളുകൾ പങ്കാളികളായി, ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകൾ ആ കോഴ്സുകളിൽ ചേർന്നു. 2 മാസത്തേതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് ആയിട്ട് ഞങ്ങൾ നടത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഈ ഒരു ക്ലാസ് AI-യുടെ സാധ്യതകളും അതുപോലെ അതിന്റെ വിവിധ മേഖലകളിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് പ്രായവ്യത്യാസമില്ല, മറ്റൊന്നുള്ളത് ലൈഫ് ലോങ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സാധാരണ ഓൺലൈനുകൾക്ക് ക്ലാസ്സുകൾക്കൊന്നും തന്നെ ഓഫ്ലൈൻ സേവനം കൊടുക്കാറില്ല. പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് പഠിക്കുവാനുള്ള സൗകര്യവും ശാന്തിഗ്രാം നടത്തുന്ന ഈ കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഫീസ് ഉള്ളവർക്കും ഫീസ് കൊടുക്കാത്തവർക്കും പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ കോഴ്സിന്റെ അവസാനം മറ്റു വിവരങ്ങളെല്ലാം പറയാം. സജു സാർ ഒരു ജനകീയ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധനാണ്. കമ്പ്യൂട്ടർ ആരംഭിച്ച കാലം മുതൽ തന്നെ കേരളം മുഴുവനും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക് വിദ്യാഭ്യാസം കൊടുത്ത ആളാണ് സജു സാർ. സജു സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ശാന്തിഗ്രാമിന്റെ മുൻ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ആളുകളെയും ഇപ്പോൾ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു കാര്യം, സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടി സമയമുണ്ടാകും. സജു സാറിന്റെ ക്ലാസ്സിനിടയിൽ ചോദ്യങ്ങൾ സജു സാർ ചോദിക്കുന്ന സമയത്തല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംശയമുള്ളവർ കുറിച്ചു വെക്കുക.
തീർച്ചയായും ചോദിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. നന്ദി, നമസ്കാരം. സർ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം, മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിൽ ചോദിക്കാം. ആ സമയത്ത് മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് ചോദിക്കുക. അപ്പോ നിർമ്മിത ബുദ്ധിയെ കുറിച്ച് ഇന്ന് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ കോഴ്സ് തന്നെ തുടങ്ങിയിട്ട് 10ാമത്തെ ബാച്ചാണ്. ഒരു ബാച്ച് തീരാൻ ഏതാണ്ട് 3 മാസത്തോളം സമയമെടുക്കും. അപ്പൊ ഞങ്ങളുടെ ഈ പരിശീലന പരിപാടി ആരംഭിച്ചിട്ട് തന്നെ ഏതാണ്ട് 30 മാസത്തോളം ആയി എന്ന് പറയാം. 2022 നവംബറിലാണ് ChatGPT എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി ഇവിടെ വരവോടുകൂടി നിർമ്മിത ബുദ്ധി AI എന്താണ് എന്ന് ജനം അറിയുന്നത്. ഇന്ന് ഗൂഗിൾ പേ പോലെ, വാട്സാപ്പ് പോലെ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഒരു നിർമ്മിത ബുദ്ധി ടൂൾ ഉണ്ടാവും. പുതിയ ഫോൺ വാങ്ങുമ്പോൾ 2 or 3 നിർമ്മിത ബുദ്ധി ടൂളുകൾ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമുക്ക് ഫോൺ കിട്ടുന്നത്. അപ്പൊ അത്രയ്ക്ക് പ്രചാരം ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധിയെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടാവും എന്ന വിശ്വാസത്തിലാണ്. എന്നിരുന്നാലും അതിനെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോട് കൂടി നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അത് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കി കൃത്രിമ ബുദ്ധി എന്നതിന് പകരം നിർമ്മിത ബുദ്ധി എന്നാക്കി. കൃത്രിമം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു തരികിട ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം അതിനെ നിർമ്മിത ബുദ്ധി എന്ന് മയപ്പെടുത്തിയത്. അപ്പോ നിർമ്മിത ബുദ്ധി എന്നത് ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ ഒറിജിനൽ ഉണ്ടാവുമല്ലോ. ഒറിജിനൽ എന്താ? നമ്മുടെയൊക്കെ ബുദ്ധി. മനുഷ്യന്റെ ബുദ്ധിയോട് സമാനമായ ബുദ്ധി ഉള്ള ഒരു സാധനമാണ് ഈ നിർമ്മിത ബുദ്ധി. അപ്പൊ മനുഷ്യന് മറ്റു ജീവജാലങ്ങൾക്കും ബുദ്ധിയുണ്ട്. മറ്റു ജീവജാലങ്ങളുടെ ബുദ്ധിയും മനുഷ്യന്റെ ബുദ്ധിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ ആസ്പദമാക്കി മനുഷ്യന്റെ ബുദ്ധിയെ നമുക്ക് അളക്കാൻ പറ്റും. IQ എന്ന് പറയും. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയെ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള IQ നോക്കുമ്പോൾ അതിന് ചില ഘടകങ്ങളെ ആസ്പദമാക്കിയാണ്. അങ്ങനെ 8ഓളം ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് മനുഷ്യന്റെ ബുദ്ധിയെ തിട്ടപ്പെടുത്തുന്നത്, അളക്കുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, സ്പേഷ്യൽ എബിലിറ്റി, തിങ്കിങ് എബിലിറ്റി, അങ്ങനെയുള്ള 8ഓളം എബിലിറ്റി. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും എവിടെയുമുണ്ട്? ഈ നിർമ്മിത ബുദ്ധിയിലുമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഇത് ചിന്തിക്കും, മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കും, മനുഷ്യൻ പഠിക്കുന്നത് പോലെ പഠിക്കും. അങ്ങനെ എല്ലാം ഈ സാധനത്തിനകത്തുമുണ്ട്. ഈ നിർമ്മിത ബുദ്ധി എന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് 2022 ChatGPT വരുന്നതിന് മുമ്പ് തന്നെ ഇതുണ്ട്. ഏതാണ്ട് കമ്പ്യൂട്ടറിന്റെ ചരിത്രത്തോളം പഴക്കം ഈ കൺസെപ്റ്റിനുണ്ട്. 1950 തന്നെ അലൻ ട്യൂൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ബുദ്ധിയുള്ള യന്ത്രങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഒരു ടെസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ അത്രയ്ക്ക് പഴയൊരു സാങ്കേതിക വിദ്യ കൂടിയാണ്. പക്ഷെ ഇത് ജനപ്രിയമാവുന്നത് ChatGPTയുടെ വരവ്. അപ്പൊ ഇതെന്തുകൊണ്ട് എല്ലാ ആൾക്കാരും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം? അവിടെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസക്തി വരുന്നത്. മനുഷ്യന്റെ വൈജ്ഞാനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം, വിപ്ലവകരമായ വൈജ്ഞാനിക ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയത് പ്രിന്റിംഗ് ടെക്നോളജിയുടെ വരവോടുകൂടിയാണ്. പ്രിന്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ടെക്നോളജിയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറിയിരിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാങ്കേതിക വിദ്യ എന്നതാണ് ഇതിനെ ഇത്രയും ജനപ്രിയമാക്കാനുള്ള കാരണം. കാരണം നമ്മൾ കമ്പ്യൂട്ടർ വന്നു.
കമ്പ്യൂട്ടർ ആൾക്കാർ പഠിച്ചു. കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ ഒരു മിനിമം സ്കില്ല് വേണം, ഒരു മിനിമം വിദ്യാഭ്യാസം വേണം, ഒപ്പം ഒരു കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടർ ഇങ്ങനെ പ്രചാരത്തിൽ വന്നെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ കമ്പ്യൂട്ടർ വളരെ അപൂർവം വീടുകളിൽ മാത്രമേ കമ്പ്യൂട്ടർ ഉള്ളൂ, അല്ലേ? അപ്പോ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ പ്രത്യേകത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ ഏതൊരു മുന്നറിവും വേണ്ട, പഠിക്കാനല്ല ഉപയോഗിക്കാൻ ഏതൊരു മുന്നറിവും വേണ്ട, ഏതൊരുവിധ സ്കില്ലും വേണ്ട. ആകെ വേണ്ടത് അവന്റെ മാതൃഭാഷ മാത്രം. മാതൃഭാഷയിൽ ഒരാളിന് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവൻ എന്ത് നേടിയെടുക്കാം. എഴുതാൻ പോലും അറിയണ്ട. എഴുതുമ്പോ അക്ഷരത്തെറ്റുണ്ടാവും, പ്രശ്നമുണ്ട്, ചിലപ്പോൾ എഴുതാൻ അറിയില്ല. പക്ഷെ എഴുത്ത് പഠിച്ചെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ പള്ളിക്കൂടത്തിൽ പോവാത്തുള്ള ആളിനും അയാൾക്ക് അയാളുടെ മാതൃഭാഷയിൽ സംസാരിക്കാൻ അറിയാമെങ്കിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അതിന്റെ ഒരു അട്രാക്ഷനാണ്. ഏതാണ്ട് 178ഓളം ഭാഷകൾ ഇന്ന് യൂണിക്കോഡിൽ അവൈലബിൾ ആണ്. ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള ഭാഷകൾ, ഏറ്റവും മിക്കവാറുമുള്ള ഭാഷകളെല്ലാം ഇന്നും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കാൻ ഒരു ഇടം വേണമല്ലോ, ഒരു ഉപകരണം വേണമല്ലോ. ആ ഉപകരണം എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ മതി. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, ആ ഫോണിലൂടെയാണ് നിങ്ങൾ പലരും ഇത് കാണുന്നത്. ആ ഫോൺ, മാതൃഭാഷ, ഇത്രയും മാത്രം മതി. അപ്പൊ ഇതെന്താ, മാതൃഭാഷയുടെ ശക്തി നമുക്കറിയാം. അതുപോലെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ. മനുഷ്യൻ ഇന്നോളമുള്ള മനുഷ്യന്റെ ശാസ്ത്ര ദൗത്യത്തിൽ ഏറ്റവും വലിയ ശാസ്ത്ര ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചതാണ്. 50 വർഷം കഴിഞ്ഞു. ആ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ച ശാസ്ത്ര ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എടുത്തത്. ആ അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റവും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ 5 ലക്ഷം മടങ്ങ് കപ്പാസിറ്റി ഉള്ള സാധനമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ മൊബൈൽ ഫോൺ. അപ്പൊ ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചാണ് നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് ഈ സാങ്കേതിക വിദ്യ? മനുഷ്യൻ ബുദ്ധിയുണ്ട്, പക്ഷെ ആ ബുദ്ധിയെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ പഠിക്കുമ്പോഴാണ്. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ പഠിച്ചെടുക്കുന്ന അറിവ് വെച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടർ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു, ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു, ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു, ഒരു സാംസ്കാരിക പ്രതിഭ ചരിത്രവും സംസ്കാരവും ഒക്കെ പഠിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ആൾക്കാർ പഠിച്ച് ആണ് നമ്മുടെ ഈ സമൂഹം കെട്ടിപ്പടുക്കുന്നത്, സമൂഹത്തിലെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഉൽപാദനമായാലും സാംസ്കാരിക പ്രവർത്തനമായാലും ഭരണപരമായ പ്രവർത്തനമായാലും നിയമമെല്ലാം പഠിച്ചാണ്. അങ്ങനെ പഠിച്ച അറിവ് ആ പഠിച്ച വ്യക്തിക്ക് മാത്രമാണ് അറിവുള്ളത്. ആ പഠിച്ച വ്യക്തിയിൽ നിന്നാണ് മറ്റൊരാളിന് ഒരു അറിവ് കിട്ടുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ലോകത്തുള്ള ഏതറിവും ആരുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് നമ്മുടെ മാതൃഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏതറിവും നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞു തരുമെന്ന് മാത്രമല്ല, നമ്മൾ പറയുന്ന വിധത്തിൽ ആ അറിവ് വെച്ചത് പ്രവർത്തിക്കും. അപ്പോ ലോകത്തെ ഏറ്റവും പ്രബലമായ, ഏറ്റവും പ്രമുഖനായ ആളിന്റെ നമ്മൾ ഒരു നിർദ്ദേശം കൊടുത്താൽ മതി, ആ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് എന്തും. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? മനുഷ്യൻ പഠിക്കുന്നു. മനുഷ്യൻ പഠിക്കുന്നത് പോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയും. നമുക്കറിയാം, ആദ്യമായിട്ട് ഇറങ്ങുന്ന നമ്മുടെ ഈ AI പരമ്പരകളിൽ ആദ്യത്തെ ചാറ്റ് GPT ആണ്. ചാറ്റ് GPT ഇറങ്ങിയ സമയത്ത് ചാറ്റ് GPTയെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അത്
അക്കാഡമിക് ബുക്കുകൾ പഠിപ്പിച്ചു, നിയമപുസ്തകങ്ങൾ പഠിപ്പിച്ചു, മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പഠിപ്പിച്ചു, നോവലുകൾ പഠിപ്പിച്ചു, ഗവേഷണ പ്രബന്ധങ്ങൾ പഠിപ്പിച്ചു, വെബ്സൈറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെയുള്ള അതിഭീമമായ വിവരങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ChatGPT ഇറങ്ങുന്നത്. അങ്ങനെ ആ പഠിപ്പിച്ച വിവരങ്ങളെ, ChatGPT പഠിപ്പിച്ച വിവരങ്ങളെ ഒരു പുസ്തക രൂപത്തിൽ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് തിരുവനന്തപുരം മുതൽ ഡൽഹി വരെയുള്ള ദൂരം, ഏതാണ്ട് 2250 കിലോമീറ്റർ വരെ, അത്രയും ദൂരം പുസ്തകം അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും പുസ്തകങ്ങൾ ഇത് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളും പുസ്തകം വായിക്കും. നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് ഒരിക്കലും ഓർത്തെടുക്കാൻ പറ്റില്ല. അല്ലാതെ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് അതിന്റെ കൺസെപ്റ്റ് ഒരു 5% 10% ഒക്കെ നമുക്ക് നമ്മളെ ഓർമ്മയിലിരിക്കും, കൺസെപ്റ്റ് ആയിരിക്കും. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു പുസ്തകം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിലെ മുഴുവൻ അറിവുകളും അതുപോലെ ഉള്ള കാലം അതിന്റെ ഓർമ്മയിലിരിക്കും. ആ അറിവ് വെച്ചാണ് നമുക്ക് ഈ കാര്യങ്ങൾ അങ്ങനെ അത് പ്രവർത്തിക്കുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, അപ്പോ ഈ അറിവ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ മനുഷ്യനെ ഇത് റീപ്ലേസ് ചെയ്യില്ലേ എന്ന്. മനുഷ്യനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല. മനുഷ്യന് പല തൊഴിൽ മേഖലകളെയും ഇത് റീപ്ലേസ് ചെയ്യും. അതേസമയം റീപ്ലേസ് ചെയ്യുന്നത് പോലെ തന്നെ പുതിയ തൊഴിൽ മേഖലകൾ ഉണ്ടാവും. പുതിയ പല തൊഴിൽ മേഖലകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഈ സാങ്കേതിക വിദ്യ നമ്മളിന്ന് ഉപയോഗിക്കാൻ പഠിച്ചില്ല എങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അതിഭീകരമാണ്. കാരണം എഴുത്തും അറിയാത്ത ഒരാളും എഴുത്തറിയുന്ന ആളും തമ്മിലൊരു വിടമുണ്ട്, ഗ്യാപ്പുണ്ട്. കമ്പ്യൂട്ടർ അറിയുന്ന ആളും കമ്പ്യൂട്ടർ അറിയാത്ത ആളും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ഇംഗ്ലീഷ് അറിയുന്ന ആളും അറിയാത്ത ആളും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെക്കാളും വലിയൊരു വിടമാണ് AI ഉപയോഗിക്കാത്ത ആളും AI ഉപയോഗിക്കുന്ന ആളും തമ്മിലുണ്ട്. അപ്പൊ അത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വാധീനം ചെലുത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. സാങ്കേതിക വിദ്യ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ. പക്ഷെ അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. എന്ത് ചോദിച്ചാലും പറയാം, ചോദിക്കാൻ പഠിക്കണം. എവിടെ എന്ത് ചോദിക്കണമെന്ന് അറിയണം, ഏത് ടൂൾ ഉപയോഗിക്കണമെന്ന് അറിയണം. കാരണം ChatGPT കുറിച്ച് പറയാം, ജെമിനി കേട്ടിട്ടുണ്ട്, മെറ്റ കേട്ടിട്ടുണ്ട്. ഓരോ ദിവസവും 100 കണക്കിന് AI ടൂളുകളാകുന്നുണ്ട്, 100 കണക്കിന്. അത് പലതും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, കൂടുതലും പെയ്ഡ് ആണ്, പൈസ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, പ്രീമിയം വെർഷൻ ഉള്ളതാണ്. എങ്കിലും നമുക്ക് ധാരാളം ടൂളുകൾ സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഏത് ടൂളുകളൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ, ഇത് ഉപയോഗിക്കാനുള്ള അറിവ് നമുക്ക് വേണം. ആ അറിവാണ് നമ്മുടെ ഈ പരിശീലന പരിപാടികളിലൂടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞാൽ മതി, ഈ കാര്യങ്ങളെല്ലാം ആര് ചെയ്തു തരും? ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ചോദ്യത്തിന് ഉത്തരം എന്നുള്ളത് മാത്രമല്ല, അറിവ് നേടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഈ AI സഹായിക്കും. നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നടക്കണം. അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പാക്കാൻ നമുക്ക് AI നമ്മെ സഹായിക്കും. നിങ്ങൾക്കൊരു സ്വപ്നം മാത്രം മതി, നിങ്ങൾക്കൊരു ലക്ഷ്യം മാത്രം മതി. അതിൽ മുന്നേറാൻ AI നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ സാങ്കേതിക വിദ്യ അത്രമാത്രം മനുഷ്യന് ഗുണകരമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സാങ്കേതിക വിദ്യ നമ്മൾ അറിയാതെ ഉപയോഗിക്കാതെ പോകാൻ പാടില്ലല്ലോ. ഞാൻ നമ്മുടെ ഇതിന്റെ ഈ ക്ലാസിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു ചെറിയ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് എല്ലാവരും ഏതാണ്ട് ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞവരാണ്, 19 വയസ്സൊക്കെ കൂടുതൽ പേര്. അല്ലാതുള്ള കുറെ പേരുണ്ട്.
ഞാൻ പറയുന്നത് ഈ 50 വർഷം കൊണ്ട് നമ്മൾ ആർജിച്ച കാര്യങ്ങൾ വെറും അതിന്റെ ഇരട്ടി കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഈ വരുന്ന 5 വർഷം നേടിയെടുക്കാൻ പറ്റും. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്കറിയോ, ഈ കമ്പ്യൂട്ടറിൽ ENIAC എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ, ആദ്യത്തെ കമ്പ്യൂട്ടർ 1945 മുതൽ 1955 വരെ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ ഫാക്ടറി വരെ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രവർത്തിച്ചു അമേരിക്കയിലാണ്. ENIAC 10 വർഷം കൊണ്ട് അത് കണക്ക് കൂട്ടാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. 10 വർഷം കൊണ്ട് അത് കണക്ക് കൂട്ടിയത്. മനുഷ്യൻ എന്നു മുതലാണോ കണക്ക് കൂട്ടാൻ തുടങ്ങിയത്, അന്നു മുതൽ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യരും കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ENIAC എന്ന് പറയുന്ന കമ്പ്യൂട്ടർ 10 വർഷം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെയാ ഈ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇത് എങ്ങനെയാ ഇത് ഉപയോഗിക്കേണ്ടത്? ഇത് ഉപയോഗിക്കാനുള്ള രീതി എങ്ങനെയാണ്? ഏതൊക്കെ ടൂളുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്? അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമില് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോ നമുക്കിനി ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഈ സാങ്കേതിക വിദ്യയെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചില ഡെമോൺസ്ട്രേഷനുകൾ ഞാനൊന്ന് നടത്താം ഇതുമായി ബന്ധപ്പെട്ട. അതായത് ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ എവിടെ ഇത് ഉപയോഗിക്കാമെന്ന്. നിങ്ങളൊരു കൃഷിക്കാരനാണ്. നിങ്ങളുടെ കൃഷി ഇടത്ത് ഒരു കീടം ആക്രമിച്ചു. വെണ്ടയിൽ അല്ലെങ്കിൽ കത്തിരിയിൽ കീടമാണ്. ആ കീടം എന്താണ് എന്ന് അറിയാൻ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇതിനോട് ചോദിച്ചാൽ മതി. പറയും ഇന്നതാണ് ഇതിന്റെ കീടം, ഇന്ന കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. നമ്മൾ ജൈവ രീതിയിൽ എങ്ങനെ ഇത് പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൈവ രീതിയിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യം. നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ഡോക്ടർ ഒരു OP ടിക്കറ്റ് തരും, പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതിയത്. ആ ഡോക്ടർ കക്കർ എന്നൊക്കെയാണ് എഴുതി തരുന്നത്. നമുക്ക് വേറൊരു ഡോക്ടറിന് പോലും വായിക്കാൻ പറ്റില്ല. അങ്ങനെ തരുന്ന ഒരു സാധനം നമ്മൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരു ഫോട്ടോ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ അത് എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു പുതിയൊരു സാധനം സൗകര്യപ്രദമായ രീതിയിൽ പർച്ചേസ് ചെയ്യണം. ഫോൺ ആനന്ദൻ സാറിന്റെ ഫോണൊന്ന് കിട്ടിയ നിങ്ങൾ അത് എയോട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്തു തരും, എസ്റ്റിമേറ്റുകൾ ചെയ്തു തരും. മനുഷ്യന് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ AI. അപ്പോ നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ട്. ഇപ്പൊ AI എന്തും ചെയ്യാൻ തയ്യാറായി നമ്മുടെ മുന്നിലുണ്ട്. ആ AI നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് AIയെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലൊരു തടസ്സമുണ്ട്. അതായത് നമ്മളൊരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മുടെ തലച്ചോറ് വിമുഖത കാണിക്കാറുണ്ട്. തലച്ചോറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുമ്മാ ഇരിക്കാനാണ് ഇഷ്ടം. തലച്ചോറ് പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് എനർജി വേണം. എനർജി സേവ് ചെയ്യാനാണ് ഒരു ജീവിയുടെ ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രശ്നം വരുമ്പോ അത് പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കാറില്ല. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ എന്താ പലപ്പോഴും ചെയ്യുന്നത്? ഒന്നിൽ നമ്മുടെ വിധിയെ കുറ്റം പറയും, അല്ലെങ്കിൽ മറ്റൊരാളിനോട് പരാതി പറയും. അയ്യോ എനിക്കത് ഇന്നതാണ് പ്രശ്നം, നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായതെന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇരുന്ന് നമ്മൾ കരയും.
അല്ലെങ്കിൽ പ്രതിഷേധിക്കും. അത്യാവശ്യമുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ഇത് പ്രതിഷേധിക്കും, അല്ലെ? ഇത് ഒരു ജീവശാസ്ത്രപരമായ ഒരു പ്രശ്നം. അപ്പൊ ഇവിടെ ഈ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ പ്രശ്നത്തെ ഒരു ചോദ്യമാക്കി മാറ്റണം. അങ്ങനെ പ്രശ്നത്തെ ഒരു ചോദ്യമാക്കി മാറ്റാൻ കഴിയുന്ന ആൾക്കാരാണ് പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോയി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രശ്നത്തെ ചോദ്യമാക്കി മാറ്റാറുണ്ട്. ആ മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താൻ, അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള സങ്കേതങ്ങളുടെ അപര്യാപ്തതയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധോപദേശം തരാൻ നമുക്ക് വിദഗ്ധരായ ആളില്ല. നമ്മള് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. നിങ്ങൾക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവർക്കൊരു കത്ത് അയക്കണം. കത്ത് അയക്കാൻ നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിഞ്ഞുകൂടാ. അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിട്ട് തന്നെ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി നമ്മളൊരു കത്ത് അയച്ചു, അവർ മറുപടി അയച്ചു. ആ മറുപടി വായിക്കാൻ നമ്മൾ മറ്റൊരാളുടെ സഹായം പോകണം. മറ്റൊരാളുടെ സഹായം തേടാനുള്ള നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ആരുടെയും മുമ്പിൽ സഹായം തേടി പോവാൻ സാധാരണ രീതിയിൽ മനുഷ്യർ തയ്യാറാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു നിരന്തരം നമ്മുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തടസ്സങ്ങൾ അത് മനുഷ്യ സഹജമാണ്. ഈ തടസ്സങ്ങൾ ഈ സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി ഇനി നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല. ഏത് പ്രശ്നം വന്നാലും ആരോട് ചോദിക്കാം? എയോട് ചോദിക്കാം. അതിന്റെ പരിഹാരം ആരോട് ചോദിക്കാം? എയോട് ചോദിക്കാം. നമ്മൾ ചോദിക്കുന്നു, ഒരു ഉത്തരം പറഞ്ഞു തരുന്നു. നമുക്ക് പറഞ്ഞു തന്നത് മനസ്സിലായില്ല. നമുക്ക് എയോട് പറയാം, എനിക്ക് മനസ്സിലായില്ല. ഒരു 10ാം ക്ലാസ് പഠിച്ച ഒരു ആളിനെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു തരാൻ പറഞ്ഞില്ല. ആ രീതിയിൽ പറഞ്ഞു. ഒരു സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത, വലിയ സാമൂഹ്യ വിവരങ്ങളും അല്ലെങ്കിൽ ശാസ്ത്രബോധവും ഇല്ലാത്ത ഒരാളിനും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ പറഞ്ഞു തരും. എങ്ങനെയാണോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏതറ്റം വരെ വേണമെങ്കിലും ആ അറ്റം വരെ ചെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരും, കാര്യം പറഞ്ഞു തരും. ഇനി നമുക്ക് കത്തയക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം. നമുക്കറിയാം, ഈ രീതിയിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു കത്ത് തയ്യാറാക്കി തരണം, ഇംഗ്ലീഷിൽ ഒരു തയ്യാറാക്കി തരും, അല്ലെങ്കിൽ ഹിന്ദിയിൽ തയ്യാറാക്കി തരും. ആ ഹിന്ദിയിൽ തയ്യാറാക്കി തന്ന കത്ത് എന്താണെന്ന് നമുക്ക് അത് തയ്യാറാക്കി തന്നു. ഈ കത്ത് തയ്യാറാക്കിയ കത്ത് എനിക്കൊന്ന് മലയാളത്തിൽ പറഞ്ഞു തരണം, മലയാളത്തിൽ പറഞ്ഞു. അങ്ങനെ ഇത് കത്തെഴുതാനും അപേക്ഷ കൊടുക്കാനും മാത്രമല്ല, എന്ത് കാര്യമായാലും നിങ്ങളുടെ തൊഴിലിനെ മെച്ചപ്പെടുത്താൻ, നിങ്ങളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ, നിങ്ങളുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി എന്ത് മനുഷ്യനെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഏത് കാര്യവും ഇത് ചെയ്ത് ഭാവിയും പറയും. നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലബിലോ ക്ഷേത്രത്തിലോ ഒരു ഉത്സവ പരിപാടി പ്ലാൻ ചെയ്യുന്നു. അത് സെപ്റ്റംബർ മാസം 20ാം തീയതിയാണ്. സെപ്റ്റംബർ മാസം 20ാം തീയതി അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ കോഴിക്കോട് മഴ പെയ്യുമോ, ടൗണിൽ മഴ പെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ എയോട് ചോദിച്ചാൽ മതി. അതിനുള്ള ഉണ്ട്, അതിനോട് ചോദിച്ചാൽ മതി. കൃത്യമായിട്ട് പറയും, ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനെ പറയുന്നത്? ഈ വിവരം അത് ഊഹിച്ചു പറയുന്നതല്ല. കാലാവസ്ഥാ പ്രവചനം നടത്തുന്ന സ്ഥാപനം ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഈ വിവരമുണ്ട്. ആ വെബ്സൈറ്റിൽ പോയി വിവരം എടുക്കാൻ പറ്റുന്ന അവിടെ ചെന്ന് വിവരം എടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും മതി. നിങ്ങൾ റബ്ബർ കർഷകനാണ്, അല്ലെങ്കിൽ തെങ്ങ് കർഷകനാണ്. ഇപ്പോ റബ്ബർ ധാരാളം നിങ്ങളുടെ കയ്യിലുണ്ട്, പൈസയ്ക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഡിസംബർ മാസത്തിലാണ് പൈസയ്ക്ക് വേണ്ടത്. ഡിസംബർ മാസം റബ്ബറിന് വില എത്രയായിരിക്കും, കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറഞ്ഞു തരും. എങ്ങനെ പറയുന്നത്? ആ ഡിസംബർ മാസത്തില് ഇതിന്റെ മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് രംഗത്ത് പ്രവർത്തിക്കുന്ന അത്തരം ഏജൻസികൾ അതിന്റെ വരുന്ന 6-7 മാസത്തെ അല്ലെങ്കിൽ ഒരു
വർഷത്തെ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് വരുന്ന ലോകത്ത് വരുന്ന ഡിമാൻഡ്, അതിനകത്ത് വരുന്ന സപ്ലൈ, ഇതെല്ലാം കൂടി മനസ്സിലാക്കിയിട്ട് ഇത് പറയും കൃത്യം ഇന്നതാണ് എന്ന്. സ്വർണത്തിന്റെ വില ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരൂല. കാര്യം എന്താ? സ്വർണത്തിന്റെ വില ഇതുപോലെ നാളെയോ മറ്റന്നാളോ എത്ര രൂപയാവും എന്നുള്ള റിസർച്ച് നടത്തുന്ന ഏജൻസികളോ അതിന്റെ ഒരു ഡാറ്റാബേസോ ഇല്ല. ഷെയറിന്റെ വിലയും പറഞ്ഞു തരില്ല. അപ്പൊ ഇങ്ങനെ ലോകത്ത് എവിടെ എന്ത് അറിവുണ്ടെങ്കിലും ആ അറിവുകളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്കൊരു കാര്യം പഠിക്കണം. ആ കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കേണ്ട കാര്യത്തെ, അത് ഇന്റർനെറ്റിലൊന്നും ഇല്ല ഉള്ള കാര്യമല്ല, ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ വേറെ ആരും പഠിപ്പിച്ചു വെച്ച കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വസ്തു വാങ്ങുന്നു. ആ വസ്തു വാങ്ങാൻ പോകുന്ന വസ്തുവിന്റെ പ്രമാണമുണ്ട്, അതിന്റെ കരം തീർത്ത രസീത്, അതിന്റെ ഇൻകം പ്രിൻസ്, അതിന്റെ മുൻ പ്രമാണം, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വസ്തു വാങ്ങുന്നതിന് എന്തെങ്കിലും തടസ്സമായിട്ടുള്ള, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കുരുക്കുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരെയോ ചെന്ന് കാണാം. ഇതൊന്നും വേണ്ട. ഈ സാധനങ്ങളെല്ലാം ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത്, ഇതിനകത്ത് പ്രൈവസി കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സാധനം മറ്റൊരാൾ എടുക്കാത്ത ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതിനകത്ത് ചെയ്തു വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ വിവരങ്ങൾ ചോരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രധാനമായിട്ട് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടി അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പറയാണ്, എഴുതിയൊന്നും തരണ്ട, എനിക്ക് കൃത്യമായിട്ട് ഒരു അഡ്വക്കേറ്റ് പറയുന്നത് പോലെ പറഞ്ഞു തരാൻ പറഞ്ഞ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആയ അഡ്വക്കേറ്റ് രണ്ടുപേര് ഇരുന്ന് റേഡിയോയിൽ TV-യിൽ ചർച്ച ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു തരും. അതിനൊരു റിപ്പോർട്ടാക്കി തരാൻ ഞാൻ റിപ്പോർട്ടാക്കി തരും. അങ്ങനെയുള്ള ഏറ്റവുകളുണ്ട്. നോട്ട്ബുക്ക് ML എന്ന് പറയുന്ന ഏറ്റവുകൾ. നമ്മൾക്കറിയാം ഗവേഷണം എന്ന് പറയുന്നത് ഒരു വലിയൊരു ദീർഘമായ കാലം വേണ്ട, ഒരുപാട് സോഴ്സുകൾ പഠിക്കേണ്ട ഒരു പദ്ധതിയാണ്. അങ്ങനെ ഒരു ഗവേഷണം ഒരു സാധാരണ രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗവേഷണം നടത്തും. ചിലപ്പോൾ ഒരു 10 or 25 ബുക്കുകളൊക്കെ ആയിരിക്കും സാധാരണ രീതിയിൽ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള ജേർണലുകൾ. നമുക്കിന്ന് 50ഓളം ഡോക്യുമെന്റുകൾ ഫ്രീ ആയിട്ട്, അതായത് അത് യൂട്യൂബ് ചാനൽ ആവാം, വെബ്സൈറ്റ് ആവാം, അക്കാഡമിക് ബുക്കുകളായിരിക്കാം, നിങ്ങളുടെ നോട്ടുകളായിരിക്കാം, അങ്ങനെ 50ഓളം സോഴ്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം. അത് ഈ 50ഓളം സോഴ്സുകൾ പഠിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. അതിനൊരു പെയ്ഡ് വെർഷൻ ഉണ്ട്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഭീമമായ പൈസയൊന്നും കൊടുക്കണ്ട. 1900 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 500 ഡോക്യുമെന്റുകൾ, നോക്ക്, 500 ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒരു പ്രബന്ധമാക്കി തരാൻ പറഞ്ഞാൽ പ്രബന്ധമാക്കി തരും, പഠിപ്പിച്ചു തരും, വീഡിയോ ആക്കി തരും, ഓഡിയോ ആക്കി തരും. അപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള. ഇപ്പോ ചാറ്റ് ജെമിനി ഒരു അവതാർ, നിങ്ങളുടെ ഒരു അവതാർ, നിങ്ങളുടെ ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കാം. പറയാം, പാട്ട്, അതായത് നമുക്കൊരു തെരഞ്ഞെടുപ്പ് ഗാനം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ ക്ലബിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി ഒരു പാട്ടുണ്ടാക്കണം. ഇന്ന പാട്ടിൽ ഇന്നതാണ്, ഇന്ന ആണ് അതിന്റെ വിഷയം, ഇന്നതാണ്, ഇന്ന ആളുടെ പേരുകൾ വേണം, ഇന്ന സ്ഥലത്തിന്റെ പേരുകൾ വേണം, ഒരു പാട്ടുണ്ടാക്കി തരാം. പാട്ട് എഴുതി മാത്രമല്ല, ആ പാട്ട് നിങ്ങൾ പറയുന്ന ശൈലിയിൽ അത് പാടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഒരു സിനിമാ പാട്ടിനെക്കാളും ഗംഭീരമായ ഒരു പാട്ടാക്കി ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തയ്യാറാക്കി. ഇപ്പോ ഹോളിവുഡിൽ സമരം നടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഒരു സംഗീതം തയ്യാറാക്കുന്നതിന് വേണ്ടി. അങ്ങനെ കോടിക്കണക്കിന് രൂപ വില വരുന്ന മാസങ്ങൾ എടുക്കുന്ന ആ മ്യൂസിക് പ്രൊഡക്ഷൻസ് ഇന്ന് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തയ്യാറാക്കി തരാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ഈ AI ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് അത്തരത്തിൽ പാട്ട്, സിനിമാ പാട്ടിനേക്കാൾ മികവോടുകൂടി ഉള്ള പാട്ടുകൾ ഉണ്ടാക്കാം, പ്രോജക്റ്റുകൾ ഉണ്ടാക്കാം. ഇപ്പൊ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കണം.
ആ പ്രോജക്റ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കൺസൾട്ടന്റോ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ടൊരു പ്രോജക്റ്റ് അത് തയ്യാറാക്കുന്നത്. പേജുകളുള്ള പ്രോജക്റ്റുകൾ, 1-2 പ്രോജക്റ്റ്. അതിന്റെ മാർക്കറ്റ് റിസർച്ച് നടത്തണം. നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയ സംഭവമാണ് ഇപ്പൊ, അല്ലേ? അപ്പോ ഡിജിറ്റൽ ആയി നമുക്ക് കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുക, പരസ്യം ചെയ്യുക. ഒരു പഠനവുമില്ലാതെ എഐയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ലോകത്ത് വിറ്റഴിക്കാം. അങ്ങനെ എന്തും സാധിക്കുന്ന, നമ്മളെ മാതൃഭാഷയിൽ മാത്രം പറഞ്ഞാൽ തന്നെ എന്ത് കാര്യവും പഠിപ്പിക്കുന്ന, എന്ത് കാര്യവും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അത് ഉപയോഗിക്കുക എന്നതാണ്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം, ഒരു ചരിത്ര കഥയല്ല, ഒരു ചരിത്ര സംഭവം. ഗ്രീസിലൊരു രാജാവുണ്ടായിരുന്നു, ആറ്റില എന്നാണ്. ഈ ആറ്റില മരമണ്ടനായ ഒരു രാജാവായിരുന്നു. പക്ഷെ ഗ്രീസിലെ ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ചത് ഈ ആറ്റിലയായിരുന്നു. ഈ മണ്ടനായ ആറ്റിൽ എങ്ങനെയാണ് ഇത്രയും വലിയ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. ആ പഠനത്തിന് മറ്റു ചില കാരണങ്ങളുണ്ടായിരുന്നു. ആ പഠനത്തിൽ കണ്ടെത്തിയത് മണ്ടനായ ആറ്റിലേക്ക് ഒരേ ഒരു കഴിവേ ഉണ്ടായിരുന്നുള്ളൂ: ബുദ്ധിമാന്മാരെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ആറ്റിലേക്ക് അറിയാം. ആ ഒരു കഴിവ് വെച്ച ആറ്റില ഒരു ഗ്രീസിലെ ആറ്റിലേയുടെ അടുത്തേക്ക് നമ്മൾ പോണ്ട. നമ്മുടെ ചുറ്റുപാടുകളിൽ ചുറ്റുവട്ടം നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരെ നോക്കുക. നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആളല്ല ഏറ്റവും കൂടുതൽ സമ്പന്നോ ഏറ്റവും മികച്ച പൊസിഷനിലോ എത്തിയത്. കഴിവുള്ളവരെ പ്രയോജനപ്പെടുത്തിയാണ്. അല്ലെ? നമ്മുടെ രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത്? കഴിവുള്ളവരെ പ്രയോജനപ്പെടുത്തുക. കഴിവുള്ളവരെ പ്രയോജനപ്പെടുത്തുക. അപ്പോ AI എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ കഴിവുള്ള സംഭവമാണ് AI. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനാണ് AI. ആ AI നിങ്ങളുടെ നിഴലായി നിങ്ങളുടെ കൂടെ അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു സംഭവം കൂടി എന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഇപ്പോ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു, ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഹെൻറി ഫോർഡ് ആയിരുന്നു. കാറ് ഉൽപ്പാദിപ്പിച്ച് കാറ് വിറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ഈ ഹെൻറി ഫോർഡ് ഇയാൾക്ക് പൈസ മാത്രമേ ഉള്ളൂ, ഒരു വിവരവും ഇല്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് പത്രം ഒരു വാർത്തയുണ്ട്. പ്രശ്നത്തിന് വാർത്ത. ഈ വാർത്തക്കെതിരെ ഹെൻറി ഫോർഡ് കൊണ്ടുവന്ന് ഒരു മാനനഷ്ട കേസ് കൊടുത്തു കോടതി. കോടിക്കണക്കിന് രൂപ വേണ്ടിയായിരിക്കും മാനനഷ്ട കേസ് കൊടുത്തത്. മാനനഷ്ട കേസ് കൊടുത്തപ്പോ അവർക്ക് പ്രതിയായ പത്രത്തിന് ഇദ്ദേഹത്തിന് ഒന്നും അറിയാത്ത മണ്ടനാണ് എന്ന് പ്രൂവ് ചെയ്യുക അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇയാളെ വിസ്തരിച്ചപ്പോ കുറെ ജനറൽ നോളജ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്, ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള ജനറൽ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചപ്പോ ഹെൻറി ഫോർഡ് ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല, ചിരിച്ചുകൊണ്ട് കൈയും കെട്ടിയിരുന്നു. അവസാനം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്താ നിങ്ങൾ ഉത്തരം പറയാത്തത്? അയാൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. എന്റെ മേശപ്പുറത്ത് ഒരു സ്വിച്ച് ഉണ്ട്, ചുവന്ന ബട്ടണുള്ള ഒരു സ്വിച്ച്. ആ സ്വിച്ച് ഞാൻ അമർത്തുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരും. ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് വെച്ച ഒരാളിനെ ഞാൻ അവിടെ അപ്പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എനിക്ക് പറഞ്ഞു തരും, പിന്നെ ഞാൻ ഇതിന് പഠിക്കണം. അപ്പോ ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ സാങ്കേതിക വിദ്യ ഇന്ന് ഏത് സാധാരണ മനുഷ്യനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫോണിനുള്ളിലുണ്ട്. അതാണ് അപ്പൊ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉപയോഗിക്കണമെങ്കിൽ പലപ്പോഴുമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പണ്ട് ഈ ഗൂഗിൾ വന്ന സമയത്ത് ഇതുപോലെ ഉള്ള ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പറയുന്നത് ഗൂഗിൾ ലോകത്ത് എന്ത് വിവരം വേണമെങ്കിലും നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, ഗൂഗിൾ പറഞ്ഞു തരും. അത് ഇതുപോലെ അല്ല, അത് സെർച്ച് ചെയ്ത് കുറച്ച് റിസൾട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കണം, പറഞ്ഞു തരും. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ കുറെ ആൾക്കാരുണ്ടാവും, അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്തറിയണം. ഒരു 10, 50, 60 പേര് പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്ത് ചോദിച്ചാലും ഉത്തരം തരും ഗൂഗിൾ. ആരും ഒന്നും ചോദിക്കുന്നില്ല.
ഇതായിരുന്നു അവസ്ഥ. ഇപ്പൊ AI ക്ലാസ് എടുക്കുമ്പോഴും ഇതാ, എന്ത് പ്രശ്നത്തിനും AI പരിഹാരത്തിന്. നിങ്ങൾക്ക് എന്താ പ്രശ്നം പരിഹരിക്കേണ്ടത്? ഇല്ല, ആരും പറയുന്നില്ല. എന്താ പ്രശ്നം എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാവണം, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ. ഒരു സംഭവം കൂടെ പറയാം. ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 30 ബ്രിട്ടീഷ് പട്ടാളക്കാരെ നാസി തടവ് പാളയത്തിന്. അന്ന് നാസി തടവ് പാളയത്തിന് അകത്ത് വരുന്ന ആ ബ്രിട്ടീഷ് പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ഇനി എങ്ങനെയാണ് ഞങ്ങൾ മരിക്കുന്നത്? ഗ്യാസ് ചാമ്പറിലിട്ടാണോ, വെടിവെച്ചാണോ, പട്ടിണിക്കിട്ടാണോ, ഏത് രീതിയിലാണ് ഞങ്ങളെ മരണത്തിലേക്ക് എന്നുള്ള അത് മാത്രമേ അവരെ മുന്നിലുള്ളൂ. ഈ കൂട്ടത്തിൽ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരന് ഒരു കുലുക്കമില്ല. അവൻ സാധാരണ പോലെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് രസിച്ചിരിക്കുക. ഈ പട്ടാളക്കാരന് ഒരു ആഗ്രഹമുണ്ട്, മോഹമുണ്ട്. ആ മോഹം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമായിട്ട് നമുക്ക് തോന്നും. ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, ലോകത്തൊരു ഭർത്താവും നൽകാത്ത വിധത്തിൽ സ്നേഹം അവൾക്ക് കൊടുക്കുക, ലോകം മുഴുവൻ അവളെ കൊണ്ട് നടക്കുക, നല്ല ആഹാരങ്ങൾ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, അസുഖം വരുമ്പോൾ അവളുടെ മടിയിൽ കിടത്തി താലോലിക്കുക. ഇങ്ങനെയുള്ളൊരു സ്വപ്നമായിരുന്നു ഈ പട്ടാളക്കാരൻ. ഈ ക്യാമ്പിനകത്ത് ആയപ്പോഴും ഇയാളുടെ ഈ സ്വപ്നം അയാൾ ഉപേക്ഷിച്ചിട്ടില്ല. ഒരു ദിവസം മിക്കവാറും ദിവസങ്ങളിൽ ഈ പട്ടാളക്കാരെ പുറത്ത് ജോലിക്ക് ആയിട്ട് കൊണ്ടുപോകും. പുറത്ത് കൊണ്ടുപോയിട്ട് എണ്ണിയാണ് കൊണ്ടുപോകുന്നത്. ഈ എണ്ണി കൊണ്ടുപോകാനായിട്ട് എണ്ണുന്ന സമയത്ത് ഒരു തെറ്റ് പറ്റുന്ന ഇയാളുടെ ശ്രദ്ധിച്ചു. 38 2 പ്രാവശ്യം. അപ്പൊ 40 പേരെയാണ് കൊണ്ടുപോയത്. 38 2 പ്രാവശ്യം എണ്ണിയപ്പോ എന്താ സംഭവിച്ചത്? അത് 41 പേരായിരുന്നു. അപ്പോ ഇയാൾ ശ്രദ്ധിച്ചു. അന്ന് വൈകുന്നേരം ഒരു കിടങ്ങിൽ ഈ പട്ടാളക്കാരനും കുളിച്ചിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ കോട്ടയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, എണ്ണി പുറത്തേക്ക് ഇറക്കിയത് 40 പേർ, അകത്തേക്ക് എണ്ണിയപ്പോഴും കൃത്യമായി 40 പേർ. കോട്ടവാതിൽ അടച്ചു, കാവൽക്കാർ അകത്ത് കയറി. അന്ന് രാത്രി ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. യുദ്ധം അവസാനിച്ചു. BBC യുദ്ധത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള ഒരു പരിപാടി നടത്തി. അന്ന് ഏറ്റവും ശ്രദ്ധേയനായത് ഈ പട്ടാളക്കാരനായിരുന്നു. എന്താ അയാൾക്ക് രക്ഷപ്പെടാൻ കാരണമായത്? ഒരു സ്വപ്നമുണ്ടെങ്കിൽ, നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊരു തീവ്രമായ ഒരു അഭിലാഷമുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ വരുന്ന ചെറിയ അവസരങ്ങളെയും നമ്മൾ ഉപയോഗിക്കും. ഇതില്ലേ, അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ തിരിഞ്ഞു നോക്കുക നമ്മുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്. നഷ്ടപ്പെട്ട അവസരങ്ങൾ. അയ്യോ, അന്ന് ഞാനത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അന്ന് എനിക്ക് അപേക്ഷ അയക്കാമായിരുന്നു, അന്ന് അയാൾ വിളിച്ചതായിരുന്നു, അതിൽ ജോയിൻ ചെയ്യാമായിരുന്നു. എന്താ കാര്യം? അന്ന് നമുക്ക് സ്വപ്നമില്ലായിരുന്നു. ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. ഈ അവസരങ്ങൾ അനുയോജ്യമായ സമയത്ത് പ്രയോജനപ്പെടുത്തുന്നവരാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയതും നിങ്ങളുടെ മുമ്പിൽ വന്ന അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തും. അപ്പോ ഇനി നമ്മുടെ മുമ്പിൽ എന്ത് അവസരം വന്നാലും, അയ്യോ നമുക്കത് അറിയില്ലല്ലോ, എന്നെ കൊണ്ട് ഇത് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഇത് എനിക്ക് യോജിച്ചതല്ലല്ലോ, സാധ്യമല്ലല്ലോ, അതിനുള്ള കഴിവെനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അവസരത്തെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എന്തും നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വലിയ പ്രോജക്റ്റുകൾ അത് കാൽക്കുലേറ്റ് ചെയ്യും, ഡിസൈൻ ചെയ്യും, പടം വരയ്ക്കും, പോസ്റ്ററുകൾ തയ്യാറാക്കും, വീഡിയോ തയ്യാറാക്കും. എന്ത് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എന്തും നമുക്ക് ചെയ്യാം. അപ്പൊ അത് എങ്ങനെ നമ്മൾ വരുമ്പോ ഇതിന്റെ വരുന്ന ചെലവ് എത്രയാ? ചെലവ് ഒരു ചെലവും ഇല്ല. അതായത് ഓരോ ദിവസവും 100 കണക്കിന് AI ടൂളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയൊരു മത്സരമുണ്ട്. ഈ മത്സരം ഉള്ളത് കൊണ്ട് പല AIകളും അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരും. ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി
കിട്ടുന്ന കസ്റ്റമറെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. അതായത് നമുക്കറിയാം, മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ആ വിറ്റഴിക്കപ്പെടുന്ന വിൻഡോസിലെ 2% ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങുന്നത്. ബാക്കി 98% ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നവരാണ്. നമ്മളൊക്കെ നമ്മൾ ഈ കാണുന്നതിൽ കമ്പ്യൂട്ടർ പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ടാവും. ഇപ്പം പെയ്ഡ് സിസ്റ്റം വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ലൈസൻസ് വെർഷനിലൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും മഹാഭൂരിപക്ഷമൊന്നും തന്നെ സൗജന്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഫ്രീ ആയിട്ട് ക്രാക്ക് ചെയ്താൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് കൊണ്ടാണ് അവര് 2% വിലക്ക് വിൽക്കാൻ പറ്റുക. 2% വിറ്റപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ബിൽ ഗേറ്റ്സ് ആയി. അപ്പൊ ChatGPT, ജെമിനി, മെറ്റ, ഗ്രോക്ക്, ഡീപ്സീക്ക് ഇങ്ങനെ വരുന്ന ഒരു നിര മൾട്ടി പർപ്പസ് ആയി ആയിട്ട് ഈ ടൂളുകളെല്ലാം ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ലിമിറ്റ് ഉണ്ട്. പൈസ കൊടുത്ത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യക്ഷമതയുണ്ട്. അപ്പോ ടൂളുകൾക്കൊന്നും ഒരു പൈസയും നമുക്ക് ചിലവില്ല. അപ്പൊ ആ ടൂളുകൾ നമുക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കത് ചെയ്യാം. കമ്പ്യൂട്ടർ ഉള്ളവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാം. ഇനി സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ട ടൂളുകളുണ്ട്. ഇപ്പോ ഡിസൈൻ ചെയ്യാൻ കത്തുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതകൾ, കഥ എഴുതുന്നതിന് വേണ്ടി, പുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്, പുസ്തകം ഡിസൈൻ ചെയ്യുന്ന ടൂളുകൾ, പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതകൾ, അങ്ങനെ നൂറുകണക്കിന് എന്നല്ല ആയിരക്കണക്കിന് ടൂളുകൾ അതിൽ സൗജന്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ സെലക്ട് ചെയ്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് 100% യൂസർ ഫ്രണ്ട്ലിയാണ്. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ ചോദിച്ചാൽ മതി ആ ചോദിക്കുന്നതിന്. ഇനി ചില കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടി വരും. എഴുതുന്നതും നമുക്ക് എന്താ, പേനയും പേപ്പറും കൊണ്ടൊന്നും എഴുതണ്ട, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണ്ട, പറഞ്ഞാൽ മതി. വോയിസിന് ടെക്സ്റ്റ് ആക്കും. അതായത് നമ്മൾ പറയുന്നതിനെ അക്ഷരങ്ങൾ മലയാളമാക്കി മാറ്റും. അതിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മിക്കവാറും ഇപ്പൊ എല്ലാ ടൂളുകളും വോയിസ് ഇന്റർഫേസ് ഉണ്ട്, പറഞ്ഞാൽ മതി, അതിന് ഉത്തരം തരും. അപ്പൊ അങ്ങനെയുള്ള, ഇനി ഇത് മാത്രമല്ല, ഇവിടെയും അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് വാട്സാപ്പിലൊരു മെസ്സേജ് അയക്കണം. വാട്സാപ്പിൽ മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് പിന്നെ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി അക്ഷരത്തെറ്റുകൾ കൊണ്ടുവന്നൊക്കെ നോക്കി അവനെ സെൻഡ് ചെയ്ത്. അറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ജെമിനിയിൽ പോയിട്ട് നാളെ ഞാൻ വരില്ല, എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ട്, ഇത് ഈ സന്ദേശത്തെ കുറച്ചുകൂടെ വികസിപ്പിച്ച് ഒരു മെസ്സേജ് ആക്കി രാമൻകുട്ടിക്ക് അയക്കണം, എന്റെ കോണ്ടാക്റ്റിലുള്ള രാമൻകുട്ടിക്ക് അയക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അയച്ചു. നമ്മൾ പറഞ്ഞാൽ മതി, എഴുതുകയും വേണ്ട, വാട്സാപ്പിലും പോണ്ട, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. നിങ്ങൾ ഈ മെയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലാത്ത ഒരുപാട് പേര് ഉണ്ടാവും മെയിൽ ഉപയോഗിക്കുന്നത്, വർഷങ്ങൾ കൊണ്ട് മെയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾക്ക് 2015 2017 നിങ്ങൾക്ക് വന്നൊരു മെയില് കണ്ടുപിടിക്കണം. ഇന്നതായിട്ട് ബന്ധപ്പെട്ട മെയിൽ ആരയച്ചെന്നുള്ള അതിനകത്തുള്ള ഒരു കീവേഡ്സ് നിങ്ങൾക്ക് ഓർമ്മയില്ല, സംഭവം അറിയായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചുള്ള ഒരു സാധനമായിരിക്കും. അതിനൊരു കൺസെപ്റ്റ്, ഒരു പ്രത്യേകതരം പ്രിന്റർ, സാധാരണ മഷി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രിന്ററിന്റെ കുറിച്ചുള്ള മെയിൽ നിങ്ങൾക്ക് വന്നത്, അത് നിങ്ങളുടെ മെയിലിനകത്തുണ്ട്. എന്നാണ് അയച്ചത്, ആരാണ് അയച്ചതെന്നൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ ഇതിനകത്ത് യോട് പറഞ്ഞത് എന്റെ മെയിലിൽ അത് എപ്പോഴോ ഒരു സാധാരണ മഷി ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിന്ററിനെ കുറിച്ചുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടെത്തി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയില് കൃത്യമായിട്ട് കണ്ടെത്തി തരും. അങ്ങനെ ഒരു മെയിൽ അതിനകത്തുണ്ടെങ്കിൽ കൃത്യമായിട്ട് കണ്ടെത്തി തരും. നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞാൽ മെയിൽ അയച്ചു തരും. നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാനിന്ന് ആ ടൂൾ നിങ്ങൾക്കെല്ലാം ഇന്ന് ഫ്രീ ആയിട്ട് തരാം. ടോക്കി എന്നാണ്. ടോക്കി നമ്മുടെ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം. ആദ്യം നിങ്ങൾ എടുത്താൽ ടോക്കി എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ്, വാട്സാപ്പിനെക്കാളും എളുപ്പമാണ്. ആ ടോക്കി നിങ്ങളെല്ലാം നമ്മുടെ ഈ ഇതിനകത്ത് ജോയിൻ ചെയ്ത് നമ്മുടെ ഏതോ ഗ്രൂപ്പിൽ നിന്നായിരിക്കും. ആ ഗ്രൂപ്പിൽ ഞാൻ അതിന്റെ ഒരു ലിങ്ക്, അതിന്റെ പ്ലേ സ്റ്റോർ ലിങ്ക് ഇട്ട് തരാം. അതിലൊന്ന് ടാപ്പ് ചെയ്യുക, അതിലൊന്ന് നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ മതി.
നിങ്ങളുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ആക്കും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ, അതായത് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഇപ്പം പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവർക്കൊക്കെ പേഴ്സണൽ സെക്രട്ടറി ഉണ്ട്. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് കൃത്യസമയം നമ്മൾ പറഞ്ഞു. നിങ്ങൾ അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ മൈക്കുണ്ട്, ഫോൺ എഴുതിയൊന്നും വേണ്ട, ആ മൈക്കിലൂടെ പറയണം. നിങ്ങളുടെ മാതൃഭാഷയിൽ പറഞ്ഞാൽ മതി. തമിഴ് അറിയെങ്കിൽ തമിഴ്, മലയാളമെങ്കിൽ മലയാളം, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്, ആ ഭാഷയിൽ പറയുന്നു. എനിക്ക് സെപ്റ്റംബർ മാസം 12-ാം തീയതി എറണാകുളത്ത് പോകണം, ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്, അന്ന് രാവിലെ 5 മണിക്ക് എന്നെ വിളിച്ചുണർത്തണം. അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നാളെ രാവിലെ ഒരു 10 മണിക്ക് എന്നെ ഓർമ്മപ്പെടുത്തണം. 11-ാം തീയതി എനിക്ക് ഡ്രൈവറെ വിളിക്കാനായിട്ട് എന്നെ 11-ാം തീയതി ഓർമ്മപ്പെടുത്തണം. ഈ കാര്യം നിങ്ങളൊരു സാധാരണ പറയുന്നത് പോലെ, നിങ്ങളൊരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ പേഴ്സണൽ സെക്രട്ടറിയോട് പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഷെഡ്യൂൾ ആക്കി വെക്കും. എന്നിട്ട് 11-ാം തീയതി 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ കാൾ ആക്കാം, ഫോൺ ചെയ്യും. അതിനകത്ത് ഒരു കാൾ ബട്ടൺ ഉണ്ട്. ആ കാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഫോൺ വരും. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. അപ്പം ലോണുകൾ എടുക്കുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോണിന്റെ ഗോൾഡ് ലോണൊക്കെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പലിശ ഇരട്ടിയാവും. ഇപ്പൊ നിങ്ങൾ ഇന്നൊരു ലോൺ എടുത്തിട്ട് നിന്ന് എടുത്തു വയ്ക്കുക. അടുത്ത 2027 ജൂലൈ മാസം 10-ാം തീയതി ആകുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തണം. 21-ാം തീയതി ലോൺ അടയ്ക്കേണ്ടതാണ്. 2027 10-ാം തീയതി നിങ്ങളെ വിളിച്ചു പറയും ലോൺ അടയ്ക്കാനുള്ള തീയതി 27-ാം തീയതിയാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുക. നിങ്ങളുടെ ഫോണിൽ ഈ സാധനം ചെയ്യാം. ടോക്കി എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ്. ടോക്കി ഞാനത് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ട് തരാം, ആ ലിങ്കിൽ നിന്ന്. ഇനി ഇതിനേക്കാൾ അത് നമ്മുടെ ഇതിന്റെ തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ ചെറിയൊരു പരിശീലനം ആവശ്യമാണ്. ഇത് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോവുകയാണ്, കോട്ടയത്തേക്ക് ഒരു യാത്ര പോകുന്നു. കൊട്ടാരക്കര എനിക്ക് അടുത്ത് നിങ്ങളുടെ കൊട്ടാരക്കര എത്തുമ്പോൾ നിങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോകണം. അപ്പോ നമ്മള് യാത്ര ട്രാഫിക് ബ്ലോക്ക് ആണ്. അപ്പൊ സമയം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂല, ഏത് സമയത്താണ് അവിടെ എത്തുന്നത്. പക്ഷെ നമുക്ക് കൊട്ടാരക്കര എത്തുമ്പോൾ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്താൻ അതിന്റെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ കൊട്ടാരക്കര എത്തുമ്പോൾ, നിങ്ങൾ ഏത് സമയമായാലും കൊട്ടാരക്കര എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലാറം കേൾക്കും, അല്ലെങ്കിൽ ഒരു കാൾ വരും. അങ്ങനെ എന്തേ ഹലോ എന്തോ സാർ ചോദിച്ചല്ലോ, ചോദിച്ചാൽ ചോദിക്കും, കുഴപ്പമില്ല. അതായത് നിങ്ങൾ പോവുക, നിങ്ങൾ കോട്ടയത്തേക്ക് നിങ്ങളൊരു ട്രിപ്പ് ഇടുന്നു, അടുത്ത മാസമാണ്. ആ പോകുന്ന വഴിയിൽ നിങ്ങളുടെ കൊട്ടാരക്കരയുള്ള ഇന്ന സ്ഥാപനത്തിലേക്ക് പോകണം, കൊട്ടാരക്കര ടൗൺ. അപ്പൊ കൊട്ടാരക്കര ടൗൺ എത്തുമ്പോൾ എനിക്കൊരു അലാറം തരണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര ആ ദിവസം കൊട്ടാരക്കര നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ GPS ഓൺ ചെയ്തിരിക്കണം. നമ്മൾ ഗൂഗിൾ മാപ്പ് അറിയില്ലേ, അത് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ എത്തുന്നത്. അത് ഇങ്ങനെയുള്ള സംവിധാനം. അങ്ങനെ നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇപ്പൊ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഏതാണ്ട് സമയം ഒരുപാട് അതിക്രമിച്ചു. 1-2 കാര്യങ്ങൾ ഞാൻ ഇത് ടോക്കി നമുക്ക് ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ നടത്തും. നമ്മള് ഹോസ്പിറ്റലില് നമ്മൾ പോകുമ്പോ ഒരു ഡോക്ടർ നമുക്കൊരു OP ടിക്കറ്റ്, ആ OP ടിക്കറ്റ് നമ്മൾ ഇതിനകത്ത് ജെമിനി, നിങ്ങളുടെ എല്ലാ ഫോണിനകത്തുണ്ട് ജെമിനിയോ അല്ലെങ്കിൽ ചാറ്റ് GPT, അതിൽ പോയിട്ട് ആ OP ടിക്കറ്റിന്റെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഫയലായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്നു. ഞാനിതൊരു ഒരു OP ടിക്കറ്റ് അത് എഴുതിയിരിക്കുക കക്കറുബുക്കറാണ്. ഇത് നമ്മൾ ഇതിനകത്തൊരു നിർദ്ദേശം കൊടുക്കുന്നു. ഇത് ഈ മെഡിക്കൽ റിപ്പോർട്ടിലുള്ള കാര്യം വളരെ ലളിതമായി വ്യക്തമായി മലയാളത്തിൽ ഒന്ന് പറഞ്ഞു തരണം. നമ്മളിത് അതിനകത്ത് കൊടുക്കുന്നു, എന്നിട്ട് ഇതാ ബട്ടൺ കൊടുക്കും.
എന്നാ നോക്കുക, കക്കർ ബുക്രാന്ന് 2-3 വരിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതാ ആയിക്കഴിഞ്ഞു. രോഗിയുടെ പേര് സുനിത, 45 വയസ്സ്, ആശുപത്രി ജനറൽ ആശുപത്രി ബീച്ച്, കോഴിക്കോട്. ബുദ്ധിമുട്ടുകൾ: 7 മണിക്ക് വീണതിനെ തുടർന്ന് ഛർദിയോ ഉണ്ടായിട്ടില്ല. ഇടത് കാലിന്റെ മുട്ടിന് നല്ല വേദനയുണ്ട്. ഡോക്ടർ പരിശോധനയിൽ കണ്ടെത്തിയത് കാൽമുട്ട് നീര് ആണ്. ഇതാണ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ. എക്സ്റേ എടുത്ത് കാണിക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. എന്നാൽ രോഗി എക്സ്റേ എടുക്കാൻ തയ്യാറായിരുന്നില്ല. നോട്ട് വില്ലിംഗ് എക്സ്റേ എന്ന് എഴുതിയിട്ടുണ്ട്. കഴിക്കാൻ നൽകിയ മരുന്നുകൾ, കൊടുത്ത മരുന്നുകൾ ഉണ്ട്. ആ മരുന്ന് എന്തിനാണെന്നുള്ള കാര്യമുണ്ട്. പാൻഡ്രോപ്പ്. അതാ നോക്കുക, ഈ ചെറിയ ഒരു ഇതിന് എഴുതിയത്. അപ്പൊ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയൊരു സാറാണ്. നിങ്ങൾക്ക് നിങ്ങൾ DTP എടുക്കുന്നത് എഴുതും. DTP എടുക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതിയ സാധനം എയിൽ കൊടുത്തു കഴിഞ്ഞാൽ DTP എടുത്ത് സെറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട്. ഓക്കെ. അപ്പൊ എന്തും പാട്ട് എഴുതും, എന്തും തയ്യാറാക്കി തരും. ഇനി നമുക്ക് സമയം വളരെ വൈകി. എന്തെങ്കിലും സംശയം ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. നമുക്ക് സമയം 9 മണി ആണ് ടൈം. 9:05, 9:10 നിർത്തണം. എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കാം. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ക്ലാസ് ഒരു ഈ കോഴ്സിൽ അഡ്മിഷൻ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് ആണ്. അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പങ്കെടുത്ത സാർ പറയും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. പറയൂ. പറയൂ. ക്ലാസ്സിൽ കേറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗ്രൂപ്പില് ഈ ഇത് ഇടുവോ അടുത്ത ക്ലാസിന്റെ ഇത്? ഈ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മഹേഷ് സാർ പറയും. ഈ നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്, ഈ ക്ലാസ് ഉൾപ്പെടെ ഏത് ക്ലാസ് ആയാലും നമ്മൾ റെക്കോർഡഡ് ക്ലാസ് അന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ ഇതിൽ അപ്ലോഡ് ചെയ്യും, ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം. ഓക്കെ, ശരി ശരി. നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കും സാർ, ചോദിക്കും. എനിക്ക് അറിയേണ്ടത്, ഇപ്പൊ നമ്മുടെ ഈ നാട്ടില് പല ഭാഗത്ത് പല വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കർഷകര്. അപ്പം ഈ ഇപ്പൊ കോഴിക്കോട് ഇപ്പൊ നമുക്ക് ചീപ്പായിട്ടുള്ള ഏതാണ്, അല്ലെങ്കിൽ കണ്ണൂർ ഏതാണെന്ന് ചീപ്പായിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം ക്വാണ്ടിറ്റി അവിടെ അധികം വന്നിട്ടുണ്ട്? കാരണം ഞാനിപ്പോ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എനിക്ക് ലാഭം കിട്ടണമെങ്കിൽ എവിടെയാണോ ചീപ്പ് അവിടെ നിന്ന് സാധനം എത്തണം. അപ്പം എനിക്ക് എവിടെയാണ് ചീപ്പായിട്ടുള്ള ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുമോ ഈ ചാറ്റ് GPT വെച്ചിട്ട്? ചാറ്റ് GPT വെച്ചിട്ട് പറ്റില്ല. ചാറ്റ് GPT വെച്ചിട്ട് അതിന് വേറെ ടൂളുണ്ട്. അപ്പൊ ഇന്നത്തെ അതായത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കിട്ടുന്നത്. അത് ഇപ്പോ മെറ്റ പോയി കഴിഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഈ ടൂളുകൾ തിരഞ്ഞെടുക്കുക. ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു വെച്ചാൽ അപ്ഡേറ്റ്. ഇന്നത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത മാസം മഴയുണ്ടോന്ന് ചാറ്റ് GPT ചോദിച്ചാൽ പറഞ്ഞു തരില്ല. അതിന്റെ ടൂളുകളുണ്ട്. മെറ്റ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള സാധനമുണ്ട്. മെറ്റയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് അത് ചോദിക്കാം. അപ്പൊ അത് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ചോദ്യമാണ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അതായത് നമുക്ക് കയറ്റുമതിയും ഇറക്കുമതിയും ഉണ്ടല്ലോ. അതെ. അപ്പൊ ഇതുമായിട്ട് ഇപ്പൊ നാട്ടിൽ എനിക്കുള്ള ഈ പച്ചക്കറിക്ക് വിദേശത്ത് ഏത് രാജ്യത്താണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ കറണ്ട് പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയാം. അതിന്റെ കറണ്ട് പ്രൈസ് എത്രയാണെന്നുള്ള കാര്യം, അതായത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ, ഇത് AI ആർക്ക് വേണോ പഠിക്കാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു മിഷൻ ദൗത്യമുള്ള ഒരാളിന് മാത്രമേ ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ താങ്കളുടെ ദൗത്യം ഇത് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്നുള്ളതല്ല. അതിനെ നമ്മൾ ആദ്യം ഇത് പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ AI തന്നെ തയ്യാറാകും. എനിക്ക് ഒരു വെജിറ്റബിൾ എക്സ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിതിനെ സംബന്ധിച്ച് ഏതൊരു ധാരണയില്ല. ആ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
തുടക്കം മുതൽ ഒരു എക്സ്പോർട്ട് ലൈസൻസ് വരെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടങ്ങൾ ഏതാണ് എന്ന് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ അതിന്റെ ഓരോ ഘട്ടങ്ങളായിട്ട് പറഞ്ഞു തരും. അതിനെ ഒരു സമയബന്ധിത നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അതിനൊരു സമയബന്ധിതമാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമയബന്ധിതമാക്കി തരും. അപ്പൊ ആദ്യത്തെ ഘട്ടം ലൈസൻസ്. അപ്പൊ അതിന് ഓരോന്നായിട്ട് എടുത്ത് അതിനെ യോജിച്ച ടൂളുകളിൽ കൊടുത്ത് ചോദിക്കും. മലയാളത്തിൽ ചോദിച്ചാൽ അപ്പൊ പറയും ലൈസൻസ്. അപ്പൊ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ് ഇന്നതാണ്. അപ്പൊ അതിനുവേണ്ടി അപേക്ഷ എവിടെ കൊടുക്കണം? ഇന്ന സ്ഥലമാണ് നിങ്ങളുടെ നിയറസ്റ്റ് അപേക്ഷ കൊടുക്കുന്ന സ്ഥലം. അതിന് അപേക്ഷ ഉണ്ടോ? അതിന് പ്രത്യേക ഫോം ഉണ്ട്. ആ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് ഫില്ല് ചെയ്യാറില്ല. അപ്പൊ നിങ്ങളൊരു ഫോം വെബ്സൈറ്റിൽ പോയി, വെബ്സൈറ്റ് ഇംഗ്ലീഷിലാണ് അല്ലെങ്കിൽ ഹിന്ദിയിലാണ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ലോകത്തിലെ ഏത് വെബ്സൈറ്റും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിലുള്ള വായിക്കാം. ഇപ്പൊ ഇന്നത്തെ തമിഴ് പത്രം നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാം. ഇന്നത്തെ ചൈനയിലെ പീപ്പിൾസ് ഡെയിലി എന്ന് പറയുന്ന പത്രം ദേശാഭിമാനി വായിക്കും പോലെ വായിക്കാം. അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പത്രം നിങ്ങൾക്ക് മലയാള മനോരമ പത്രം വായിക്കുന്നത് പോലെ നമുക്ക് വായിക്കാം. ഇന്നത്തെ ഹിന്ദു പത്രം ഇന്നത്തെ ഹിന്ദു പത്രമാണ്. ഈ ഹിന്ദു പത്രം നമുക്ക് മലയാളം വായിക്കും പോലെ വായിക്കാം. അത് ഏത് വെബ്സൈറ്റ്, അതാണ് എന്തും സാധ്യമാണ്. അപ്പൊ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. നമ്മുടെ ബ്രൗസറില് ഒരു 3 കുത്തുണ്ട്. ആ 3 കുത്തിൽ തന്നെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വരും. അവിടെ നിന്ന് ഡിക്റ്ററ്റ് ലാംഗ്വേജ് ചൂസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചൂസ് എന്നൊരു ലാംഗ്വേജ് എന്ന് വരും. അവിടെ നിന്ന് ലോകത്തിലുള്ള സകല ഭാഷകളും വരും. അതിൽ നിന്ന് നമ്മൾ മലയാളമാണ് വായിക്കാൻ ഉദ്ദേശിക്കാൻ മലയാളം ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പത്രം മലയാളം ഈ കാണുന്ന ഹിന്ദി പത്രം മലയാള മനോരമ പത്രം പോലെയായി. അതുപോലെ നമുക്ക് നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ചെയ്യണം. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അവിടെ ഇതിന് നിങ്ങൾക്ക് മലയാളമാക്കി നോക്കിയതിന് ശേഷം മനസ്സിലായല്ലോ. വേറൊരു സാധനം എന്തോ ചോദിച്ചല്ലോ, ചോദിക്കൂ ഷിബു. ഓരോരുത്തരായിട്ട് ചോദിക്കൂ. മറ്റുള്ളവര് ചോദിക്കുന്ന ആള് മൈക്ക് ഓൺ ചെയ്തിട്ട് മറ്റുള്ളവര് മൈക്ക് ഓഫ് ചെയ്യും. ചോദിക്കൂ. നമ്മുടെ ഈ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ. അതെ. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ നമുക്കിപ്പം ഈ മാർക്കറ്റിൽ ഇറങ്ങുമ്പോ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കൊരു കേക്ക് വന്നു, പുതിയൊരു കേക്ക് വന്നു. അപ്പൊ അത് ടൈപ്പ് ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ ചോദിച്ചാൽ തരുമോ? നിങ്ങളൊരു പുതിയൊരു കേക്ക് കണ്ടു. ആ കേക്കിന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടോ, അതിനകത്ത് പാറ്റന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതി. ഈ കമ്പനിക്ക് ലൈസൻസ് ട്രേഡ് മാർക്ക് ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും. അല്ലെങ്കിൽ ഇതിന് പാറ്റന്റ് ഉള്ളതാണോ, പാറ്റന്റ് ഉള്ള സാധനമാണെങ്കിൽ നമുക്കത് ഇറക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഓക്കെ. അതിന്റെ ഇനി നിങ്ങൾക്ക് അതേപോലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കണം. അതിന്റെ പാക്കറ്റിനകത്ത് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ആ ഇൻഗ്രീഡിയന്റിന്റെ ലിസ്റ്റ് നിങ്ങൾ എടുക്കുന്നു. എന്നിട്ട് ആ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കേക്കുള്ള എന്തെങ്കിലും ഇതിനെ കുറിച്ചൊരു കോമൺ നോളജ് ഉള്ള ഒരാളെ അല്ലേ ഇതിനിറങ്ങി തിരിക്കുള്ളൂ. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് കിട്ടി. നിങ്ങൾ പറയാ ഈ കോമ്പണന്റ് വെച്ചുകൊണ്ട് ഏത് പ്രോസസ്സിൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രുചി എന്ന് പറയുന്ന നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റണം. മധുരവും ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റണം. ഇന്ന രുചിയിലുള്ള തയ്യാറാക്കാൻ അതിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു റെസിപ്പി പറഞ്ഞു തരും. ഇനി നിങ്ങള് ഇതൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങള് വീട്ടിൽ കറി വയ്ക്കണം, ചോറിന് കറി വയ്ക്കണം. ഒരു വെള്ളരിക്കയും ഒരു ശകലം ഒരു കായും ഒരു ഉരുളക്കിഴങ്ങുമാണ് ഉള്ളത്. ഇത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടം അല്പം എരിവും പുളിവും ഉള്ള ചോറിനുള്ള കറിയാണ്. ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് വെച്ചുകൊണ്ട് എരിവും പുളിയും ഉള്ള ചോറിന് രുചികരമായ രീതിയിലുള്ള ഒരു കറിയുടെ റെസിപ്പി തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്പി തയ്യാറാക്കി തരും. വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികൾ വേളം വെച്ച് ശകലം ബിരിയാണി അരിയുണ്ട്, നെയ്യില്ല, വെളിച്ചെണ്ണയേ ഉള്ളൂ, സവാള ഇല്ല, പകരം വേറെ എന്തെങ്കിലും സാധനമുള്ളൂ. ഇത് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ റെസിപ്പി ഉണ്ടാക്കി പറഞ്ഞാൽ അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള റെസിപ്പി ഉണ്ടാക്കി. ഓക്കെ.
ഇത് എന്തുകൊണ്ടാണ് ഇത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ ഇത് ഇന്നതുമായി ചേരുമ്പോൾ ഇന്ന രുചി ഉണ്ടാവും എന്നുള്ള കാര്യം ആര് പഠിച്ചു വെച്ചിട്ടുണ്ട്? ഈ AI പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു 100 ബുക്കുകളുണ്ട്, ബുക്ക്. അപ്പൊ അതിന്റെ ബുക്കിന്റെ നെയിമിന്റെ ഫോട്ടോസ് എടുത്ത് കൊടുത്താല് നമുക്ക് പേര് കിട്ടുമോ? അങ്ങനെ നിങ്ങളുടെ കയ്യിലൊരു ബുക്കുണ്ട്, ആ ബുക്കിന്റെ ആധാർ ആരാണെന്ന് അറിയണം. അതെ, കുറച്ച് ബുക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബുക്കിന്റെ നെയിംസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഓതേഴ്സിന്റെ നെയിം അത് നമുക്ക് കിട്ടുമോ? പ്രിന്റ് കിട്ടുമോ? അങ്ങനെ കിട്ടും. നിങ്ങള് ബുക്കും വേണ്ട, ആധാറും വേണ്ട. നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനെയുള്ള ഒരു ബുക്കിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ട്. ഇന്ന ഒരു ബുക്കാണ് എന്നുള്ളത് ആ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്ക് തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തരും. ഓക്കെ, അത് PDF വായിക്കാനും പറ്റും. ഒരു കാര്യം ചോദിക്കണ്ടായിരുന്നു. നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ അത് നമുക്കത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്? നിങ്ങൾക്ക് ഇന്ന് AI നിങ്ങളെ ഗൂഗിൾ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ഗൂഗിൾ അതിലിപ്പോ ചെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റർ ഉണ്ടാക്കി തരും. എന്ത് പോസ്റ്ററാണ് ഉണ്ടാക്കേണ്ടത്? നമ്മളിപ്പോ എന്ത് പോസ്റ്ററാണ് ഉണ്ടാക്കേണ്ടത് പറയൂ. ഇതിനെ കുറിച്ചൊരു പോസ്റ്റർ വേണം. പെട്ടെന്ന് ടെക്നിക്കൽ സൈഡ് ചോദിക്കാൻ വേണ്ടിട്ട് ആഗസ്റ്റ് 1 മുതൽ 5 വരെ മുലയൂട്ടൽവാര. ഞാനൊരു അംഗൻവാടി ടീച്ചറാ. അപ്പൊ അതിന് എന്റെ അംഗൻവാടിയുടെ ബേസ് ആയിട്ട് അംഗനവാടി എവിടെയാണ്? അംഗനവാടി എവിടെ? ഓച്ചിറ അംഗനവാടിയിൽ മുലയൂട്ട് വാരം നടത്തുന്നു. അതിനൊരു പോസ്റ്റർ തയ്യാറാക്കി തരിക. ഞാന് ഡേറ്റ് ഉണ്ട്, ആഗസ്റ്റ് 1 മുതൽ 7 വരെ. അങ്ങനെ അത് നമുക്ക് കൊടുക്കാം. ഞാൻ തൽക്കാലം അതും കൂടി കൊടുക്കാം. ആഗസ്റ്റ് 1 മുതൽ 8 വരെ അതും കൊടുക്കാം. ആഗസ്റ്റ് 7 മുതൽ ആഗസ്റ്റ് 1 മുതൽ 7 വരെ. ഓക്കെ, 7 വരെ. സാറ് പറയുകയാണോ ടൈപ്പ് ചെയ്യാണോ അതില്? ഞാൻ പറയാം. ഇത് ഒരു വേഗമായിട്ടുള്ള സാധനമാണ്. ഇത് ഇത് നമ്മളിത് പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നത് അതിഗംഭീരമായ രീതിയിൽ ചെയ്യുന്നതാണ്. ഇത് ഒന്ന് ചുമ്മാ ഒന്ന് കൊടുക്കുക, വെറുതെ ഒരു ലേമൻ ആയിട്ട് കൊടുക്കുന്നതാണ്. എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? വെറും ഗൂഗിളിലാണ് കൊടുക്കുന്നത്. ആയി, പോസ്റ്ററായി, കണ്ടോ? ലോകമുല ഓച്ചർ അംഗനവാടിയിൽ വന്നോ? ഇത്ര സമയം എടുത്ത് അത് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് സ്വാഗതം. നിങ്ങളെ പേരും അഡ്രസ്സൊക്കെ കൊടുക്കുക, അതും വരുമായിരുന്നു. എല്ലാം നമ്മളത് ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനിത് വളരെ വേഗമായിട്ട് പറഞ്ഞാണ്. നമ്മൾ വളരെ പ്രൊഫഷണലി ഒരു പോസ്റ്റർ ഉണ്ടാക്കി നമ്മൾ പഠിപ്പിക്കും ഇതിനകത്ത്. ഓക്കെ, ഓരോരുത്തരായി ചോദിക്കും. സുജിൻ സാറിന്റെ ചോദിക്കുന്നല്ലോ, ഈ ടെക്നിക്കലായ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നല്ലത്? അതിന്റെ സൊല്യൂഷൻസ് എന്ത് ടെക്നിക്കലാണ്? ഇപ്പൊ ഓട്ടോമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാൻ പറ്റിയ ശാസ്ത്രീയമായ പെർപ്ലസിറ്റി എന്ന് പറയുന്ന ഒരു AI ആണ്. പെർപ്ലസിറ്റി ആയി US ബേസ്ഡ് പെർപ്ലസിറ്റി. മിക്കവാറും എല്ലാ AIകളും US ബേസ്ഡ് ആണ്. പെർപ്ലസിറ്റി ആയി. ഓക്കെ. ഇനി നമുക്ക് സമയം അതിക്രമിച്ചു. ഇനി ഒരാളുടെ കൂടെ ചോദിക്കാം. ആരെങ്കിലും ഒരാൾ കൂടെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ആക്ച്വലി എനിക്ക് ഇതിന്റെ ടൈമിങ്, ഡ്യൂറേഷൻ, പീരീഡ് ഒക്കെ എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതെല്ലാം കൂടെ പങ്കേഷ് സാർ പറയും. പങ്കേഷ് സാർ ഉണ്ടോ? ഞാൻ ഗൂഗിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഫ്രീ ടൂൾസ് ഇതിന്റെ കൂടെ തരുമോ? അതിന്റെ ലൈഫ് സപ്പോർട്ട്. പൈസ കൊടുക്കുന്ന ടൂൾസിനെ കുറിച്ചൊന്നും നമ്മൾ പഠിപ്പിക്കില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടൂളുകൾ മാത്രമേ കോഴ്സിനകത്ത് വരുള്ളൂ. ഓക്കെ സാർ. സപ്പോർട്ട് നമ്മളിത് ഒരു ലൈഫ് ലോങ് സപ്പോർട്ടാണ്. നമ്മൾ ഇതുവരെ 10 ബാച്ച് ഉണ്ട്. ആ 10
ബാച്ചും ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. 10ാമത്തെ ബാച്ചാണ് ആരംഭിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ പങ്കേഷ് സാർ, ഹലോ സാറേ, സാജു സാറേ, ഞാൻ ജാതിക്കാരനാണ്, ഫസ്റ്റ് ബാച്ചിലുള്ളത്. ആ സാറോടെ ഉണ്ടോ? ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്ന സാറാ, അതാ അവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ 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 സാറേ, അത് ഒരുപാട് ഒക്കെ ഒരുപാട് വളർന്നു. ഓക്കെ, നമ്മളെ കീഴോട്ട് വളരെ പ്രായം കൂടി വരിക. അല്ല അത് കുഴപ്പമില്ല. താമസം സാർ, സന്തോഷം. അപ്പോ വർഗീസ് സാറിനെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വീണ്ടും സന്തോഷം.